Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മൈക്രോപ്രോഗ്രാം സീക്വൻസർ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മൈക്രോപ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽ. ദെൻ ഒരു മൈക്രോപ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിന് മെയിൻലി രണ്ട് പാർട്ടാണുള്ളത്: കൺട്രോൾ മെമ്മറി ആൻഡ് അസോസിയേറ്റീവ് സർക്യൂട്ട്. ഓക്കെ, കൺട്രോൾ മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോർ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ. And associative circuit control the generation of the next address. Okay, and this generation address part is sometimes called microprogram sequencer, since it sequences the micro instruction in control memory. Okay, a microprogram sequencer attached to control memory check the certain bits of the micro instruction from which it determines the next address for control memory. ഓക്കെ, അതായത് ഇവിടെ ഒരു സീക്വൻസിങ് ആണ് നടക്കുന്നത്. അതായത് ഏതാണ് കൺട്രോൾ മെമ്മറിയിലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ ഒരു ടിപ്പിക്കൽ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് 5 അഡ്രസ് സീക്വൻസിങ് ക്യാപ്പബിലിറ്റി ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇൻക്രിമെൻറ്റ് ദി പ്രസൻറ്റ് അഡ്രസ് ഫോർ കൺട്രോൾ മെമ്മറി. ദാറ്റ് ഈസ് കൺട്രോൾ മെമ്മറിയിലുള്ള ഒരു പ്രസൻറ്റ് അഡ്രസ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അതായിരിക്കും എന്ത്? നെക്സ്റ്റ് അഡ്രസ് ഫോർ ദ കൺട്രോൾ മെമ്മറി. And second one, branches to an address as specified by the address field of the micro instruction. അതായത് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റിൽ ഒരു അഡ്രസ് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിലായിരിക്കും എന്ത്? നെക്സ്റ്റ് സീക്വൻസിങ്. ആൻഡ് തേർഡ് വൺ, ബ്രാഞ്ചസ് ടു എ ഗിവൺ അഡ്രസ് ഇഫ് എ സ്പെസിഫൈഡ് സ്റ്റാറ്റസ് ബിറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് സീക്വൻസിൽ എന്താണ്? സ്റ്റാറ്റസ് ബിറ്റ് ചെക്ക് ചെയ്യും. ദെൻ സ്റ്റാറ്റസ് ബിറ്റ് ഈക്വൽ ടു 1 ആണെങ്കിൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ് ഫീൽഡിലേക്ക് എന്താണ്? ബ്രാഞ്ച് ചെയ്യും. ഓക്കെ, അതായിരിക്കും എന്ത്? നെക്സ്റ്റ് അഡ്രസ്. ദെൻ ദിസ് സ്റ്റാറ്റസ് ബിറ്റ് 0 ആണെങ്കിൽ ജസ്റ്റ് ഗോ ടു ദി നെക്സ്റ്റ് അഡ്രസ് ഇൻ സീക്വൻസ്. ദെൻ ഫോർത്ത് വൺ, ട്രാൻസ്ഫർ കൺട്രോൾ ടു എ ന്യൂ അഡ്രസ് ആസ് സ്പെസിഫൈഡ് ബൈ എൻ എക്സ്റ്റേണൽ സോഴ്സ്. എക്സ്റ്റേണൽ സോഴ്സിലെ അഡ്രസ് ആയിരിക്കും എന്ത്? നെക്സ്റ്റ് അഡ്രസ് ഫോർ കൺട്രോൾ മെമ്മറി. ദെൻ ലാസ്റ്റ് വൺ, ഹാസ് എ ഫെസിലിറ്റി ഫോർ സബ് റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സബ് റൂട്ടീൻ എന്താണെന്ന്. ഓക്കെ, എന്താണ് ഒരു സബ് റൂട്ടീൻ? സബ് റൂട്ടീൻ ഈസ് എ സ്മോളർ പ്രോഗ്രാം ദാറ്റ് പെർഫോം പെർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, എ സബ് റൂട്ടീൻ ക്യാൻ ബി കോൾഡ് ഫ്രം എനി പോയിൻറ്റ് വിത്തിൻ ദ മെയിൻ ബോഡി ഓഫ് ദി മൈക്രോ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോഗ്രാം സബ് റൂട്ടീനെ കോൾ ചെയ്യുമ്പോൾ ഈ മൈക്രോ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ്, റിട്ടേൺ അഡ്രസ്സ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ദെൻ സബ് റൂട്ടീൻ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്? ഈ അഡ്രസ്സിനെ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിനുള്ളൊരു പ്രൊവിഷൻ വേണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ഒരു സ്റ്റാക്ക് പോയിൻ്ററാണ്, സ്റ്റാക്ക് രജിസ്റ്ററാണ് എന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഈ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാക്ക് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്? ഒരു മൈക്രോ പ്രോഗ്രാം സീക്വൻസറിൻ്റെ 5 address sequencing capability. Okay, then next, block diagram of microprogram sequencer. Okay, ഇവിടെ നിങ്ങൾക്കൊരു മൾട്ടിപ്ലെക്സർ കാണാം. ഓക്കെ, ദെൻ മൾട്ടിപ്ലെക്സറിന് എന്താണ്? 4 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്ത്? മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് 5 അഡ്രസ് സീക്വൻസിങ് ക്യാപ്പബിലിറ്റി ഉണ്ട്. അതാണ് എന്ത്? ഈ 4 ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then mux selects address from 4 source and route into the control address register. Okay, then control address register ന്റെ ഔട്ട്പുട്ട് ആണ് എന്ത്? ഇൻപുട്ട് ഓഫ് ദി കൺട്രോൾ മെമ്മറി. ഓക്കെ, then mux ഏത് വാല്യൂ സെലക്ട് ചെയ്യണം അത് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? S1 S0. then content of the CR is incremented and applied to the mux and stack register. സ്റ്റാക്ക് രജിസ്റ്റർ ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ. അതായത് സ്റ്റാക്കിലേക്ക് ഏത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം, ഇനി സ്റ്റാക്കിൽ നിന്ന് ഏത് അഡ്രസ്സ് റിസീവ് ചെയ്യണം അത് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററാണ് എന്ത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് I1 I0 T I2 വേരിയബിൾ കാണാം. ഓക്കെ, അതായത് S1 S0 ഏത് വാല്യൂ ആണ്
അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? I1, I0, T ആൻഡ് I2. ഓക്കെ, T എന്ന് പറയുന്നത് ടെസ്റ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ ടെസ്റ്റ് പോയിൻറ്റ് ഫോർ എ സ്റ്റാറ്റസ് ബിറ്റ്. ദെൻ ഒരു ക്ലിയർ എന്ന് പറയുന്ന ഇൻപുട്ട് കാണാം. അപ്പോൾ ക്ലിയർ എന്താണ്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനെ ക്ലിയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ക്ലോക്ക് കാണാം, CP. ഓക്കെ, ദിസ് ക്ലോക്ക് പൾസ് സിങ്ക്രണൈസ് CRA ആൻഡ് സ്റ്റാക്ക് രജിസ്റ്റർ. ഓക്കെ, ദെൻ ഇവിടെ ഒരു 2 ആൻഡ് ഗേറ്റ് കാണാം. ഓക്കെ, ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് I1, I0, T ആണ്. സോ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? പുഷാണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് 1 ആണെങ്കിൽ എന്താണ്? പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ ദിസ് ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് ഓഫ് I0 ആൻഡ് I1 ആണ്. ഓക്കെ, ഔട്ട് 1 ആണെങ്കിൽ എന്താണ്? പോപ്പ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ S1, S0. ഓക്കെ, S0, 0, S1, 0 ആവുന്ന കേസിൽ എന്താണ്? മൾട്ടിപ്ലെക്സർ 0 ഇൻപുട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതാണ് എക്സ്റ്റേണൽ അഡ്രസ്സ് ആയിരിക്കും എന്ത്? CRAയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ S1, 0, S0, 1 ആവുന്ന കേസിൽ എന്താ? 1 ആയിരിക്കും മൾട്ടിപ്ലെക്സർ ചൂസ് ചെയ്യുന്നത്. അതായിരിക്കും സ്റ്റാക്ക് രജിസ്റ്ററിലെ അഡ്രസ്സ് ആയിരിക്കും CRAയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ S1, 1, S0, 0 ആവുന്ന കേസിൽ മൾട്ടിപ്ലെക്സർ എന്താ? 2 ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതായത് CRAൻ്റെ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അതായിരിക്കും എന്ത്? നെക്സ്റ്റ് CRAയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ S1, 1, S0, 1 ആവുന്ന കേസിൽ മക്സ് സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സിക്യൂട്ട് എ ബ്രാഞ്ച് ഓപ്പറേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഫങ്ഷൻ ടേബിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദ I1, I0 ഡിറ്റർമൈൻസ് ദ സെലക്ഷൻ വേരിയബിൾ ഫോർ മക്സ്. ഓക്കെ, ദെൻ I1, 0, I0, 0 എന്ന കേസിൽ എന്താണ്? S1, 0, S0, 0. ഇവിടെ എന്തോ ഓപ്പറേഷനാണ് നടക്കുന്നത്? എൻ എക്സ്റ്റേണൽ അഡ്രസ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു CRA. ഓക്കെ, ദെൻ I1, 0, I2, 0 എന്ന കേസിൽ S1 എന്താണ്? 0, S0, 1. ഇവിടെ എന്താണ്? സ്റ്റാക്ക് രജിസ്റ്ററിലെ അഡ്രസ്സ് ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്? CRAയിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ I1, 1, I0, 0 എന്ന കേസിൽ S1 എന്താണ്? S1, 1, S0, 0. ഇവിടെ എന്താ നടക്കുന്നത്? CRAൻ്റെ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കേസിലും T, I2 ഈ 2 വേരിയബിൾക്ക് ഒരു എഫക്റ്റും ഇല്ല. അതെന്താണ്? ഡോൺ കെയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ I2, 0, I1, 1, I0, 0, T, 0 എന്ന കേസിൽ എന്താ? CRAൻ്റെ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ I2, 0, I1, 1, I0, 0, T, 1 ആവുന്ന കേസിൽ എന്താണ്? എക്സിക്യൂട്ട് ബ്രാഞ്ച് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് കേസ് നോക്ക്. I2, 1, I1, 1, I0, 1, T, 1. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു സബ് റൂട്ടീൻ കോളാണ് നടക്കുന്നത്. ഓക്കെ, അതായത് I2, I1, 1, I0, 1, T1, I2, 1. ഓക്കെ, അപ്പോൾ എന്താണ്? S1, 1 ആയിരിക്കും, S0, 1 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും, ഔട്ട് 1 ആയിരിക്കും. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അത് സബ് റൂട്ടീൻ കോളാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? CARൻ്റെ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? ആ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും? സ്റ്റാക്ക് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതായത് ഇവിടെ ഒരു പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ എന്താണ്? ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ അഡ്രസ്സിനെ കോൾ ചെയ്തിട്ട് അതെവിടെ സ്റ്റോർ ചെയ്യും? CRAയിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് എന്ത്? സബ് റൂട്ടീൻ കോൾ എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ സബ് റൂട്ടീൻ കംപ്ലീറ്റഡ്
ദ റിട്ടേൺ അഡ്രസ് ഈസ് സ്റ്റോർഡ് ബാക്ക് ടു ദി CRA. അതെപ്പോൾ നടക്കും? I1 0 I0 1 ആവുന്ന കേസിലാണ് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു മൈക്രോ പ്രോഗ്രാം സീക്വൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക ആൻഡ് ഈ ഫങ്ഷണൽ ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ.